ഹലോ ഗായ്സ്, നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഗായ്സ്, ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് വന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ലഷ് കേവ് കണ്ടുപിടിച്ച് കേവിൻ്റെ അകത്ത് വന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ അകത്തുനിന്നൊന്ന് പുറത്തിറങ്ങണം. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് ഇന്ന് പോകണം. നമുക്കത് ചെയ്യാം ഗായ്സ്. നമ്മുടെ കയ്യിൽ ഫുഡ് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ്. ആ സാധനം നമ്മുടെ കയ്യിലില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, 2 ബോൺ വീല് കയ്യിലിരിപ്പുണ്ട്. ബോൺ വീല് വെച്ച് നമുക്ക് ബോൺ വീല് ചെയ്തിട്ട് കുറച്ച് ഫുഡ് ഉണ്ടാക്കാം. സ്ഥലത്ത് ഇവിടെ എവിടെയോ ഞാനൊരു സ്പോണർ കണ്ടായിരുന്നു. സ്കെൽട്ടൺ സ്പോണറുണ്ട് പൈസ. നമുക്കതൊന്ന് നോക്കണം. പൈസ ഇത് അത്യാവശ്യം വലിയൊരു ലഷ്കയാണ് പൈസ. നമ്മളവിടുന്ന് എങ്ങാണ്ടാ പൈസ, അവിടുന്ന് എങ്ങാണ്ടാ വന്ന്. ഇത് അത്യാവശ്യം ഉണ്ട് കേട്ടോ പൈസ. ഉള്ളിലോട്ട് കുറേ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ഗൈസ്, ഇത് നോക്കുക ഗൈസ്, ആബ്സല്യൂട്ട്. ഇതിനെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകണം കേട്ടോ ഗൈസ്. നമുക്ക് ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോകണം. രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് അതിനെ കൊണ്ടുപോകാം ഒരു ദിവസം. ഇവിടെ കുറച്ച് അയൺ ഇരിപ്പുണ്ട്. കുറച്ച് അയൺ എടുത്തേക്കാം. ഒരു 5 അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 5 അയൺ കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടൊന്നുമില്ല ഗൈസ്. നമ്മുടെ ബേസ് എവിടെയായിട്ടാണ്? എനിക്ക് ഈ അയണൊന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കായിരുന്നു. നമുക്കൊരു ഫുൾ ആർമർ ആവാൻ വേണ്ടി അയണൊന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഗൈസ്, ചെറിയൊരു ജലദോഷമൊക്കെ ആയതുകൊണ്ട് സൗണ്ട് ഇച്ചിരി കുറവായിരിക്കും. നമുക്ക് ഈ സ്ഥലം വിട്ട് പോകണം ഗൈസ്. നമുക്ക് വേറെ എങ്ങോട്ടേലും പോകാം. ഇന്ന് നമ്മളൊരു പ്ലെയിൻസ് ബയോം കണ്ടുപിടിക്കാം ഗൈസ്. കഴിഞ്ഞ ദിവസം നമ്മൾ അത് തപ്പിയാണ് ഗൈസ് ഈ കാട്ടിലോട്ട് വന്ന് കയറിയേ. പിന്നെ ഏതായാലും നമ്മൾ കണ്ടുപിടിച്ചിട്ടും ഗൈസ്. അത് കണ്ടുപിടിക്കുന്നു. നമ്മുടെ ബേസിൻ്റെ പണിയൊന്ന് തുടങ്ങി വെക്കും ഈ എപ്പിസോഡിൽ ഗൈസ്. നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഷൈനൊന്ന് ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ എങ്ങാണ്ടായിരുന്നു ഗൈസ്, സ്പോണർ കണ്ടായിരുന്നു. ഒരു സ്കെൽട്ടൺ സ്പോണർ എവിടെ നോക്കണം. നമുക്കൊരു അയൺ ഫുൾ ആർമറായിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഫുൾ ആർമറായിട്ടുണ്ട്. ഓക്കെ, ഫുൾ ആർമറായിട്ടുണ്ട് അയൺ. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ആ സ്പോണറൊന്ന് നമുക്ക് ലൈറ്റ് വെച്ചേക്കാം. അല്ലെങ്കിൽ നമ്മളെ ഇന്ന് സ്കെൽട്ടൻ്റെ അടി കൊണ്ട് നമ്മൾ ചാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇവിടെ എവിടെയോ ആയിട്ടാണ് കഴിച്ചത്. ഞാൻ ഈ വന്നിടത്തോടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് കറങ്ങി കളിക്കുക. എനിക്ക് ഇങ്ങോട്ട് പോകുന്നു പക്ഷേ ഇവിടെയല്ല. സ്കെൽട്ടൻ വരുന്ന ഇത് വെച്ച് മറ്റേ ബെഡ് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ മറന്നിട്ടില്ല. നമുക്കത് കുറച്ച് കണ്ടുപിടിച്ചൊരു ബെഡ് ഉണ്ടാക്കാം. ഇവിടെ ഇല്ലേ?
ഇവിടെ അത്യാവശ്യമുണ്ട് ഗൈസ്. പക്ഷേ ഈ മൈൻ ഷാഫ്റ്റിലാണെങ്കിൽ ഒരു സാധനമില്ല. മറ്റേ പെട്ടിയാട്ടെ അങ്ങനെ ലൂട്ട് പെട്ടിയൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. ഒരു ബെഡ് ഉണ്ടാക്കാൻ അതിന് 4 എണ്ണം വേണം ഒരു വൂൾ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് കുറച്ചധികം ചെയ്യും. ഗൈസ് ഇവിടെ ഒന്നുമില്ല. സാധാരണ ഒരു പെട്ടിയെങ്കിലും കാണേണ്ടതാണ്. പക്ഷേ ഇവിടെ കുറച്ച് അയൺ വരും. ഇപ്പം നമുക്ക് അയണും എടുക്കാം. ഒരു അയൺ ഫാമൊക്കെ ഉണ്ടാക്കുന്ന മുമ്പ് നമുക്കിതൊക്കെ ഒന്ന് ചെയ്യേണ്ടത് തന്നെ വരും. നമുക്കിത് തന്നെ കുഴിച്ചപ്പുറത്തോട്ട് പോകാം. അവിടെ നമുക്ക് ഒരു ബിരിപ്പുണ്ട്, അതും കൂടെ എടുത്തുകൊണ്ട് പോകാം. ആവശ്യമില്ലാത്തപ്പോൾ പൊട്ടിക്കുമ്പോൾ സീഡൊക്കെ കയ്യിലോട്ട് പെട്ടെന്ന് കിട്ടും. നമുക്ക് ഷീൽഡൊന്നും വേണ്ട. അറ്റത്ത് ഞാൻ ഒരെണ്ണോടെ കണ്ടിട്ടുണ്ട്, അതും കൂടെ എടുത്തുകൊണ്ട് പോകാം. നമുക്കിത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ലാതെ തന്നെ 1 2 ഗൈസ് നമുക്ക് ഉണ്ടാക്കാനുള്ളതായി. നമ്മുടെ ബേസിലോട്ട് തിരിച്ചു പോകാം. കുറച്ച് വുഡും കൂടെ എടുത്തേക്കാം. അല്ല, ഇനി നമ്മുടെ ബേസ് എവിടെയാണ് കണ്ടുപിടിക്കുന്നത്. കുറച്ച് അയൺ ഇരിപ്പുണ്ട്, അതും കൂടെ കൊണ്ടുപോകാം. ഗൈസ് ഞാൻ എൻ്റെ ബേസ് എവിടെയാണെന്നൊന്ന് മറന്നുപോയി. ബേസല്ല, നമ്മുടെ ആ ചെറിയ പെട്ടിയൊക്കെ വെച്ചേക്കുന്ന സ്ഥലം ഞാൻ മറന്നുപോയി ഗൈസ്. അതിനി തപ്പി പിടിക്കാം. ഇത് അത്യാവശ്യം അയണുണ്ട്. അയണെല്ലാം എടുക്കാം. ഇപ്പോൾ 17 അയണം 18 അയണം കയ്യിലിരിപ്പുണ്ട്. 17 എണ്ണം സ്മെൽറ്റ് ചെയ്യണം. ഇനി നമുക്ക് തപ്പാം. നമ്മുടെ വീട് എവിടെയാണെന്നും തപ്പാം. ഞാൻ പെട്ടു ഗൈസ്, മൊത്തത്തിൽ ഞാൻ പെട്ടു. പിന്നെ എനിക്കും കൂടെ കടക്കാൻ പറ്റാതെ. നമ്മളിതുവഴി കണ്ടില്ലേ ഗൈസ് വന്ന്. ഒരു സ്കെൽറ്റൻ ഇപ്പോൾ വരേണ്ടതാണ്. കുടുങ്ങി നിൽക്കുവാന്ന് തോന്നുന്നു. ഫോൺ കഴിയുമ്പോൾ ഇപ്പം ഞാൻ ചാവും. പക്ഷേ എനിക്ക് തോന്നുന്നു അപ്പയായിട്ടാന്ന് തോന്നുന്നു. ഓണറ് ആ ഒരു വശത്തായിട്ട് തീർക്കാം. ആ സ്കെൽറ്റൻ കാണുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒന്ന് ഓടാം. ഞാൻ വേറെ എങ്ങോട്ടൊക്കെ വന്നു. എൻ്റെ മറ്റേ പെട്ടിയൊക്കെ വെച്ചേക്കുന്ന സ്ഥലം എവിടെയായിരുന്നതാ? ഇതുവഴി കൊണ്ടാണ്. കിട്ടി ഗൈസ്. ഇത് മൊബൈലിൽ കളിക്കാൻ നല്ല പാടാണ് ഗൈസ്. ഈ ഗെയിം കളിച്ചിട്ടുള്ളവർക്കറിയാം, നല്ല പാടാണ് ഗൈസ് മൊബൈലിൽ ഈ ഗെയിം കളിക്കാൻ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനിയും ഈ ഓരോ എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക ഗൈസ്. നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം. നമുക്കൊരു കുറച്ച് വുഡും കൂടെ വേണം. ഷീപ്പില്ല നമ്മൾ ബെഡ് ഉണ്ടാക്കി ഗൈസ്. ഷീപ്പ് ഫസ്റ്റ് ബെഡ്. നമുക്ക് ബെഡ് ഇങ്ങോട്ടൊന്ന് വെച്ച് ഒന്ന് റീസ്പോൺ സെറ്റ് ചെയ്താൽ ഇനി എങ്ങാനും ചത്ത് കഴിഞ്ഞാൽ കുഴിക്കകത്ത് തന്നെ വന്നോളൂ. നമുക്കിവിടെ നമ്മുടെ സാധനം എല്ലാം എടുത്തുകൊണ്ട് പോയാലോ ഗൈസ്. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഈ കുഴിക്കകത്തോട്ട് വീണ്ടും വരാം. അതായിരിക്കും നല്ലൊരു കാര്യമായിരിക്കും എനിക്ക് തോന്നുന്നു. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതെല്ലാം എടുത്തുകൊണ്ട് നമുക്ക് ഈ കുഴിക്കകത്തൊന്ന് രക്ഷപ്പെടാം. നൈറ്റ് അല്ലല്ലോ, നൈറ്റല്ല. ഇതിലോട്ടെല്ലാം എടുത്ത് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളും എടുക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളും എടുത്ത് ഗൈസ് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാൻ ഇടയില്ല. ഒരു നമുക്ക് സ്റ്റിക്കും കളയാം.
അപ്പോൾ ഞാൻ ബെഡ് എങ്ങനെ എടുക്കും? വാവ്, നമുക്ക് ഈ സാധനം കൂടെ പറയാം. ബെഡ് എടുത്ത് കൈ പിടിച്ചേക്കാം. അതെ, ഓ മൈ ഗോഡ്. നമുക്കിനി ഇവിടെ നിന്ന് നമുക്ക് മെല്ലം കഴിക്കാം. ഒന്ന് ഹീലാക്കി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം കഴിച്ച്. നമുക്ക് ഈ കേവിൻ്റെ അകത്തൊന്നും ഇറങ്ങാം. ഇതുവഴിയാണ് ഇറങ്ങിപ്പോകുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല, ഇതേതോ വഴിന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇതുവഴിയും കണ്ടില്ല കഴിച്ച് നമ്മൾ ചാടി ഇറങ്ങി വന്ന്. ഇതുവഴിയാവാ ചാടി ഇറങ്ങി വന്ന് എനിക്ക് തോന്നുന്നു. ഇതുവഴിയായിരുന്നു. അതെ, ഞാനിത് കുഴിക്കകത്തോട്ട് വന്നപ്പോൾ ചാടിയിട്ടുണ്ട്. ഇത് അങ്ങ് അടിയിലോട്ടുണ്ട് കഴിച്ച്. ഇത് കുറേ അടിയിലോട്ടുണ്ട്. എൻ്റെ പൊന്നു കഴിച്ച്, ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിലോട്ട് വേണ്ടി ഇതിൻ്റെ അകത്തുനിന്നൊന്ന് വെളിയിലോട്ട് ഇറങ്ങും? ഒരു കാര്യം, കുഴിച്ച് വെളിയിലോട്ട് ഇറങ്ങാം. എന്തുവാടി ഇത്? ഇതൊക്കെ കൊണ്ടോ കുഴിയും വെള്ളവും ഒക്കെ ഉണ്ടാക്കി. മോജാങ് ശരിയല്ല കഴിച്ച്, മോജാങ് ശരിയല്ല. പുള്ളിക്ക് ബിൽഡൊന്നും ചെയ്യാൻ അറിയത്തില്ല. ബിൽഡ് ഇതൊക്കെ കണ്ടോ മൊത്തം കുഴിയും വെള്ളവും. അത് ഇവിടെ നേരെ പൊക്കത്തോട്ട് വല്ലതും മൈൻ ചെയ്ത് വല്ലതും കയറി വരണമെന്നുണ്ടായി. അതേ നടക്കത്തുള്ളൂ. നമുക്ക് നേരെ മൈൻ ചെയ്യാം. ബ്ലോക്കും തീർന്നു. നമുക്ക് ബ്ലോക്ക് വെച്ച് കയറിപ്പോകാൻ മണ്ടയിലോട്ട്. ഗൈസ്, ഈ വീഡിയോ ഇവിടം വരെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഗൈസ്, ഇനിയിപ്പോൾ ബെഡുണ്ട് ഗൈസ്. ഇനി നമ്മളൊരു നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടേ നിർത്തുന്നുള്ളൂ ഗൈസ്. ഇന്നത്തെ ഈ എപ്പിസോഡ് നല്ലൊരു പ്ലെയിൻസ് ബയോം കണ്ടുപിടിച്ച് നമുക്കൊരു നല്ല ഓപ്പൺ വേൾഡിലോട്ട് നമ്മൾ ഇറങ്ങും എന്ന് തോന്നുന്നു. ശരി ഗൈസ്, ഓക്കെ ഗൈസ്, നമ്മൾ വെളിയിലെത്തിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇറങ്ങി വെളിയിൽ പോകാം. നമുക്ക് നമ്മളെ ഇവൻട്രി കുറേ സാധനം ഇരിപ്പുണ്ട്. ഒന്നും എടുത്ത് കയ്യിലോട്ട് കയറുന്നില്ല. ഒരു ലാമയാണെന്ന് തോന്നുന്നു. ഒരു ലാമ ഇവിടെ നിൽക്കുന്നോ? ഇവൻ്റെ ലാമയായിരുന്നത്. നമുക്ക് ഈ ഒരു സ്ഥലത്തു നിന്നൊന്ന് എങ്ങനെയും ഒന്ന് പുറത്തോട്ടിറങ്ങാം. കുറേ നാൾ കൂടി ഞാൻ ഈ കാട്ടിൽ തന്നെയാണ്. ഈ കാട്ടിൽ നിന്ന് എനിക്ക് പുറത്തിറങ്ങണം. ഇതിലാണ് ആ കേവിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്നാണ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങിപ്പോയി. ആ സ്ഥലം കാണാത്തതുകൊണ്ടാണ് നമ്മൾ കുഴിച്ച് താഴോട്ട് ഇറങ്ങിയത്. മോപ്പൊക്കെ കാണാവുന്നുണ്ട്. നമുക്കൊന്ന് നൈസായിട്ട് രക്ഷപ്പെടാൻ കഴിച്ചു. അല്ല, ഞാൻ ഇവിടെ കാട്ടി കിടക്കുന്നു. മതിയായിരുന്നു. കുറച്ച് നാളെ ഞാൻ ഇപ്പോൾ വരാം, പിന്നെ വരാം അടിക്കല്ലേ. ഞാനൊരു പാവാടോ. വെറുതെ വിടറാ. ഇതൊന്നും മാറുന്നില്ലല്ലോ. കണ്ണിൽ കാണുന്നില്ല. കുട്ടി പൊളിച്ച് ഇനി പോകാം.
എടാ പോടാ ഗൈസ്. എന്നെ ക്രീപ്പറും കുറേ സാധനങ്ങൾ ഈ കാട്ടിലുണ്ട് ഗൈസ്. ഇതെങ്ങനെ ഈ ഡേ സമയത്ത് ഇവരിങ്ങനെ സ്പോണാവുന്ന ഈ കാട് കാരണമാണെന്ന് തോന്നുന്നു. അടുത്തൊരു വലിയൊരു ഈ കാട്ടിൽ മൊത്തം ലഷ് കേവ് ആണല്ലോ ഗൈസ്. ഇതൊരു വലിയൊരു കേവ്. നമുക്ക് അങ്ങോട്ടൊന്നും ഇപ്പം ഇറങ്ങണ്ട. ഒന്നിറങ്ങിയതിന് ശേഷം ഇതുവരെ മാറിയിട്ടില്ല. ഗൈസ് കാട് തീർന്നു ഗൈസ്. ഫൈനലി കാട് തീർന്നു. നമ്മളിതാ വെളി കണ്ടിരിക്കുന്നു. വെളി രാജ്യം. ചെറുതായിട്ട് നൈറ്റ് ആവുന്നുണ്ട്. എത്ര നാൾ കൂടി ഒരു പശുവിനെ കാണാൻ. ഹായ്. നമുക്ക് ഈ മലയുടെ മണ്ടയിൽ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങാം. നമുക്ക് ജസ്റ്റ് ബെഡ് വെച്ച് ഫസ്റ്റ് ഡേ നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യാം. ആദ്യമായിട്ടാണ് ഈ വേൾഡിൽ കിടന്ന് ഉറങ്ങുന്നത്. ഇപ്പം ഫസ്റ്റ് ടൈമാണ് കിടന്ന് ഉറങ്ങുന്നത്. ബെഡ് പൊട്ടിച്ചെടുത്തേക്കാം. ഗായ്സ് ഞാൻ അവിടുന്ന് കുറേ ദൂരം സഞ്ചരിച്ച് ഗായ്സ്. ഇവിടെ നോക്ക് ഗായ്സ്, ഒരു നല്ലൊരു കിടുക്കൻ പ്ലെയിൻസിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്യൂച്ചർ ബേസ് ഇവിടെ ആയിരിക്കും ഗായ്സ്. നമ്മുടെ കിടുക്കൻ സ്ഥലമാണ് ഗായ്സ് ഇത്. ഗായ്സ് നമ്മുടെ ബേസ് അവിടെയായിട്ട് വലിയൊരു വീട്, ഇവിടെ കുറച്ച് ഫാം, അവിടെ കുറച്ച് വില്ലേജർ ബ്രീഡർ, ഇവിടെ ഒരു അയൺ ഫാം. ഗായ്സ് നമുക്ക് ഈ മലയുടെ മണ്ടയിൽ ഇങ്ങനെ ഞാൻ വന്ന് നിൽക്കും ഗായ്സ്. നമുക്കത് ഇങ്ങനെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ബേസ് മൊത്തം കാണാവുന്ന രീതി നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. നമുക്ക് നല്ലൊരു കിടുക്കൻ സ്ഥലം കിട്ടി. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങാം. അങ്ങനെ എൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലായിട്ട് ഗായ്സ് ഞാനൊരു നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചു. നമുക്ക് ഇത് മൊത്തം പൂവും കായൊക്കെയാണ്. നമുക്ക് നമ്മുടെ ചെസ്റ്റ് ഒന്ന് വെച്ചേക്കാം. നമ്മുടെ ചെസ്റ്റ്, നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ, നമ്മുടെ ഫർണാസ്, നമ്മുടെ എല്ലാ സാധനവും ഇവിടെ തന്നെ വെച്ച് നമുക്കൊരു ബെഡും കൂടെ വെച്ച് നമ്മുടെ സ്ഥലമാണെന്ന് എഴുതി വെച്ചേക്കാം ഇവിടെ. ഇത് ഇനി നമ്മുടെ സ്ഥലം. യെസ്. ഈ സ്പോണും സെറ്റ് ചെയ്ത് നമ്മുടെ കൈ ഒന്ന് ക്ലിയർ ചെയ്യാം. നമുക്കൊന്ന് കുറച്ച് ഫുഡ് നേടാം. വേറെ ഒന്നുമില്ല കഴിക്കാൻ കയ്യിൽ. വേറെ ഒന്നും ഓക്കെ. അവിടെ വേറെ നമ്മളെ തല്ലിക്കൊല്ല. അല്ല നമ്മൾ ഫുഡ് കിട്ടാതെ എത്തുമോ? അതിനെ ഞാൻ കൊന്നിട്ടുണ്ട്. നമുക്ക് വേറെ ഇവിടെ ഒന്നിനെയും കാണുന്നില്ല. എന്തേലും ആട്ടെ. ഇതിവിടെ നമുക്ക് ചെറിയൊരു ബേസ് ഉണ്ടാക്കാം. ആ ഒരു ചെറിയ ബേസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആ ചെസ്റ്റൊക്കെ കൊണ്ടുവച്ചില്ലേ, ആ സ്ഥലത്തായിട്ടൊരു ചെറിയ ബേസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പരമാവധി വീഡിയോ എല്ലാം കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇടുന്നത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് പറയുക. നമുക്കതനുസരിച്ച് ചെയ്യാവുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ബേസായിട്ട് പറയാം. ബേസ് മെയിൻ ഐഡിയകളോ എന്തെങ്കിലുമൊക്കെ മൈൻക്രാഫ്റ്റ് ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. ഈ വീഡിയോ കുറേ പേര് കാണുന്നുണ്ട്, പക്ഷെ അവരെല്ലാവരും ഒന്ന് ലൈക്കും കൂടെ അടിക്കാൻ പറ്റും. ഇത് വെച്ച് ഞാൻ എന്തോ ചെയ്യുമ്പോൾ നമുക്ക് കൈ ഒന്ന് ക്ലിയർ ചെയ്യാം. നൈറ്റ് ആവുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ഉറങ്ങാം. നമുക്ക് ചെറിയ ബേസ് പണിയാൻ കഴിയും. ഈ ഒരു ഇതിൻ്റെ ഇതിൽ
ഗൈസ്, ഞാൻ വീട് പണിയുന്ന ഒരു ടൈം ടാംസ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നല്ല പെട്ടെന്ന് നോക്കിക്കോ ഗൈസ്. നല്ലൊരു വീടാണ് ഗൈസ് നമ്മൾ പണിയുന്നത്. ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ ബേസ് മാത്രമാണ്. നിങ്ങൾ കണ്ടോളൂ. എല്ലാവർക്കും നമ്മുടെ പുതിയ ബേസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ മൈൻഡപ്പ് പറയുകയാണ് ഗൈസ്. നോക്കുക ഗൈസ്, നമ്മുടെ പുതിയ ബേസ് ഉണ്ടോ ഗൈസ്? നോക്കുക, നിങ്ങൾ തന്നെ നോക്കുക ഗൈസ്. നോക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.
ഗൈസ് എല്ലാവർക്കും ബൈ. അടുത്ത നാളെ ഒരു പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം ഗൈസ്. ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്ന് എൻ്റെ ഈ വീഡിയോനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഗൈസ്. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോ. ബൈ, സൈനിങ് ഔട്ട്.